വഖഫിൽ ഒത്തുകളിയോ എന്നാണ് ചോദ്യം. സ്മൃതി, ഒത്തുകളിയാണ് ഞാൻ കരുതുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു നിയമം ഉണ്ടാക്കുന്നത് എന്തുദ്ദേശത്തിലാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല എന്ന് നമുക്കറിയാം. അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവരുടെ പള്ളികളുമായി ബന്ധപ്പെട്ട ഭരണത്തിലായാലും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടായാലും എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ മുത്തലാഖ് നിയമം നമുക്കറിയാമല്ലോ. മുത്തലാഖ് നിയമത്തിൽ ഒരു നീതിയുടെ ഒരു വശമുണ്ട്. ആ വശം എന്നുള്ളത് നടപ്പാക്കുന്നതിന് പിന്നിൽ മറ്റു ദുരുദ്ദേശങ്ങളുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ഈ വഖഫ് നിയമത്തിലേക്കും അല്ലെങ്കിൽ വഖഫ് നിയമം ഉണ്ടാക്കുന്ന ഒരു ഭേദഗതിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത്. അതിൽ ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെയാണ് പ്രധാനപ്പെട്ട ആയുധമായി കൊണ്ടുവരുന്നത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശരിയാണ്, ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്രമക്കേടുകളുണ്ട്. എത്രത്തോളം ക്രമക്കേടുകളുണ്ടെന്ന കണ്ടെത്തലുണ്ട്. പക്ഷേ അപ്പോഴും സച്ചാർ കമ്മിറ്റി പറഞ്ഞിരുന്നത് ആ ഭൂമി മുസ്ലിം ന്യൂനപക്ഷത്തിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന രൂപത്തിലൊക്കെയാണ് സച്ചാർ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ സച്ചാർ കമ്മിറ്റിയിലെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് സച്ചാർ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭേദഗതി കൊണ്ടുവരുന്നത്. അതിലെ ദുരുദ്ദേശം നമ്മൾക്ക് ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ്. അതവിടെ നിൽക്കുന്നു. അങ്ങനെ കേന്ദ്രം ഒരു നിയമം കൊണ്ടുവരികയാണ്. അങ്ങനെ നിയമം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഹർജികളാണല്ലോ, 4 ഹർജികളാണ്. ഒന്ന് ഷോൺ ജോർജിൻ്റെ ഹർജി, രണ്ടാമത്തത് സാജിദ് ഹുസൈൻ ഖത്താനി എന്ന് പറയുന്ന ഈ റസൂൽ ഫൗണ്ടേഷൻ ഷിയ സൊസൈറ്റിയാണ്, അതിൻ്റെ പ്രസിഡന്റിൻ്റെ ഹർജി. അടുത്തത് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസ് രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്, മുനമ്പത്തും ഇവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഹർജി. അടുത്തത് സ്റ്റാലിൻ ദേവൻ എന്നൊരു സ്വകാര്യ വ്യക്തിയുടെ ഹർജി. ഇങ്ങനെ 4 ഹർജികളാണ് കോടതിയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ഷോൺ ഒഴിച്ച് 3 പേരും ഈ പറഞ്ഞ ഈ നോട്ടിഫിക്കേഷനുമായി അതിന് റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. 3 കേസിലും 2 നോൺ മുസ്ലിം വിഷയവുമായി ബന്ധപ്പെട്ട് അത് താല്പര്യപ്പെട്ടിട്ടില്ല. ആ കേസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ സെക്ഷൻ 14(1) 4 പ്രൊവൈസുകളാണല്ലോ ഉള്ളത്. ഒന്ന്, അതിൽ പറയുന്നത് 2 നോൺ മുസ്ലിംസ് വേണം. രണ്ടാമത്തത് ആകെ 11 അംഗങ്ങൾ വേണം. അടുത്തതായി പറയുന്നത് ഒരാൾ ഷിയ ആകണം, ഒരാൾ ബാക്ക്വേർഡ് മുസ്ലിം ആകണം, ഒരാൾ ബോറയാകണം, ഒരാൾ ആഗാഖാനി ആകണം. ഇനി ബോറ ആഗാഖാനിയും ഷിയയിൽപ്പെട്ടതാണ്. ഈ 6 കാറ്റഗറിയും ഉൾപ്പെടുത്താതെയാണ് ഈ 11-ൽ 9 പേരെ കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. 9 അപ്പോയിൻമെൻറ്റ് നടന്നിരിക്കുന്നു. ഈ 6 കാറ്റഗറികളും പരിശോധിക്കാതെ, അത് പരിഗണിക്കാതെയാണ് അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ആകെ 2 പേരെയെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ളൂ. ഈ 2 പേരെ വയ്ക്കാൻ പറ്റൂ എന്നുള്ളതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ വാദം, അല്ലെങ്കിൽ CPM പറയുന്ന ഒരു വാദം. 2 പേരെ ഇനി വയ്ക്കാനുള്ളൂ. പക്ഷേ 6 പേരുടെ കാര്യത്തിലും ക്ലെയിമുണ്ട്. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചാലഞ്ചസ് ആണ് കോടതിയിൽ പോകുമ്പോൾ. അടുത്തത് സെക്ഷൻ 14(6) പ്രകാരം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സബ്സെക്ഷൻ പോപ്പുലേഷൻ ഡിറ്റർമിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സബ്സെക്ഷനെ ഡിറ്റർമിൻ ചെയ്തിട്ടേ ഇല്ല, എന്നിട്ട് വേണം പ്രാതിനിധ്യം ഉറപ്പിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇതിൽ ചെയ്തിട്ടില്ല. ഇനി അപ്പോയിന്റ് ചെയ്ത 9 പേരിൽ 3 പേർ ഈ അതത് കാറ്റഗറിയിൽ യോഗ്യതയില്ലാത്തവരാണ്. ഈ മുത്തവല്ലിയായി വന്നിരിക്കുന്നത് ആരാണ്? നമുക്കറിയാവുന്ന പോലെ മുക്കം ഉമർ ഫൈസിയാണ്. അദ്ദേഹം മുത്തവല്ലി ആയിട്ടില്ല, ഒരു വകുപ്പിൻ്റെ മുത്തവല്ലിയല്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇസ്ലാമിക് സ്കോളർ കാറ്റഗറിയിൽ വന്നിരിക്കുന്ന അഡ്വക്കേറ്റ് അലി ആകട്ടെ, അദ്ദേഹം ഇസ്ലാമിക് സ്കോളർ അല്ല, അദ്ദേഹം LLB ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്നുള്ള LLB ആണ്. അതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി വഖഫ് ഗവൺമെൻറ് പ്രതിനിധിയായി ജോയിന്റ് സെക്രട്ടറി വരണം എന്നുള്ളതാണ് കേന്ദ്രം തയ്യാറാക്കിയിരിക്കുന്ന ഈ നിയമത്തിലുള്ളത്. പക്ഷേ പകരം ഇവിടെ അഡീഷണൽ സെക്രട്ടറിയാണ് വെച്ചത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്ന് കോടതി പറയുമ്പോൾ റെക്ടിഫൈ ചെയ്യാം എന്ന് സംസ്ഥാന സർക്കാർ പറയുകയാണ്. കോടതി ഇടപെടേണ്ട, ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്നാണ് ഈ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കോടതി ഇടപെടരുത്, ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്നതിനാണ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ജോയിന്റ് സെക്രട്ടറി മേൽനോട്ടത്തിൽ വേണം വഖഫ് നടത്താൻ എന്ന് പറഞ്ഞ കാര്യം അതിലേക്ക് മാറ്റിയിരിക്കുന്നു. നിയമവിരുദ്ധമെന്ന് ബോധ്യപ്പെട്ടതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിയമത്തിൽ തന്നെ ജോയിന്റ് സെക്രട്ടറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഈ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുന്നത് ജോയിന്റ് സെക്രട്ടറിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. സംസ്ഥാന സർക്കാർ പറയുന്നത് ഞങ്ങൾ കേന്ദ്ര നിയമം നടപ്പാക്കാന്നാണ്. കേന്ദ്ര നിയമത്തിന്റെ കാര്യമാണ്. നോക്കൂ, ഒരു മിനിറ്റ് സുനിൽ, ഞാൻ പറയട്ടെ പ്ലീസ്, എനിക്ക് തൊണ്ട വയ്യ, ഞാൻ പതുക്കെ സംസാരിക്കുള്ളൂ. കേന്ദ്രം നിയമമുണ്ടാക്കി, അത് കോടതി അത് അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇടക്കാല വിധി വന്നിരിക്കുന്നത് കോടതി ഇത് അംഗീകരിച്ചുകൊണ്ട്. അതിൽ തന്നെ കോടതി പറഞ്ഞ 2 അംഗങ്ങളെ, കൂടുതൽ അംഗങ്ങൾ നോൺ മുസ്ലിം വേണമെന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന് ആവശ്യം. അത് പറ്റില്ല, 2 അംഗങ്ങളായി ചുരുക്കണം എന്ന് കോടതി പറഞ്ഞതാണ്. സുനിൽ വാദം പറയുമ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. സുനിൽ, ഞാൻ പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. ഒരു കാര്യം പറയാം. സുപ്രീം കോടതിയിൽ ഒരു കേസ് പെൻഡിംഗ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ മെറിറ്റിൽ ഒരു കാലത്തും കീഴ്ക്കോടതികൾ ഇടപെടാറില്ല. കേരള ഹൈക്കോടതിയും ഇടപെടില്ല. അപ്പം ഇവിടെ നിയമം നടപ്പാക്കും എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയി പറയുകയാണ്. അതാണ് പ്രശ്നം. ഞാൻ പറയുന്നേക്കൂ, കോടതി ഇതിനകം കേന്ദ്രം ഉണ്ടാക്കിയ ഒരു നിയമം അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിന് അങ്ങനെ പോകാൻ സാധിക്കില്ല.
ബൈൻഡിങ് ആണ്, അത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കി എങ്ങനെയാണ് ഈ പറയുന്ന ദുരുദ്ദേശം കുറയ്ക്കാനാവുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ എന്താ, ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ നടപ്പാക്കിയെന്ന രൂപത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഞാൻ പറയട്ടെ, അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഈ 2 ഹർജികൾ പോയിട്ടുണ്ടല്ലോ. ഉമർ ഫൈസി മുക്കവും പോയിരിക്കുന്നു, ഹംസയും കോടതിയിലേക്ക് പോകുന്നു. 2 പേരും പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 പേരുടെ നിയമനം നടത്തിക്കൊള്ളാമെന്ന്. ഉമർ ഫൈസി മുക്ക ഇപ്പോൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, 2 നോൺ മുസ്ലിം നിയമനത്തെ എതിർക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമസ്ത സുപ്രഭാതത്തിൽ ലേഖനം വന്നിരിക്കുകയാണ്. ഇത് ആരുടെ ഉദ്ദേശ്യമാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ലേഖനം വന്നിരിക്കുന്നു. 1 മിനിറ്റ്, ഞാനത് വായിക്കാം. വഖഫ് ബോർഡ് അംഗങ്ങളുടെ നിയമനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ ആരുടെ സമ്മതം കോടതിയിലിട്ടിട്ട് ആരുടെ താല്പര്യത്തിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആരുടെ താല്പര്യത്തിനാണ് എന്ന് സമസ്ത ചോദിക്കുമ്പോൾ സമസ്തയുടെ ഭാഗമായിരിക്കുന്ന ഈ പറയുന്ന ഉമർ ഫൈസി മുക്കം ഈ 2 നോൺ മുസ്ലിം അംഗങ്ങളുടെ കാര്യത്തിൽ ഒരു എതിർപ്പുമില്ലാതെ നടപ്പാക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. എന്നിട്ട് കോടതിയിൽ പോയി കൊടുത്തിരിക്കുന്ന ഹർജിയിലും പറഞ്ഞിരിക്കുന്നത്, ബിക്കോസ് ദ petitioners herein are not against the constitution of the Waqf Board in accordance with the section 14 of the Unified Waqf Management, Empowerment, Efficiency and Development Act 1995, that is the state government to nominate members to the Waqf Board and appoint members in accordance with the statutory provision. It is submitted that the appointment of member from Bar Council is delayed on account of the Bar Council election കാരണം ഒക്കെയാണ് ഈ കാര്യങ്ങൾ വൈകിയത് എന്ന കാര്യം പറയുകയാണ്. That after a change in the ruling party, the newly formed government did not show any interest in constituting the Waqf Board since the present Waqf Board members are appointed by the erstwhile ministry and the state government wanted reconstitute the entire Waqf Board with their നോമിനീസ്. അതായത് മുഴുവനായിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ല വേണ്ടത്, ഈ 2 അംഗങ്ങളെ അങ്ങോട്ട് നിയമിച്ചത് പരിഹരിച്ചുകൂടെ എന്ന് തന്നെയാണ് ഉമർ ഫൈസി മുക്ക അടക്കം ചോദിക്കുന്നത്. അപ്പൊ എന്താ പിന്നെ അവരുടെ തർക്കം? പിന്നെ എന്ത് വാദമാണ് പറയുന്നത്? കഴിഞ്ഞ സർക്കാർ അതായത് ഈ 2 അംഗങ്ങളെ നോൺ മുസ്ലിം അംഗങ്ങളെ, അതായത് ഇതിനകം 9 പേരെ തീരുമാനിച്ചു, 11-ൽ 9 പേരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. നോക്കൂ, ഞാൻ പറയണ കേൾക്കൂ. ഇപ്പൊ ഈ വാദം പറയുന്നവർ, ഇത് ലീഗ് ഒത്തുകളിയാണെന്ന് പറയുന്നവരാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്തിരിക്കുന്നേ. കോൺട്രാഡിക്ടറി ആണല്ലോ. അത് നോക്കൂ, ഈ 2 അംഗങ്ങളുടെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ആ 2 അംഗങ്ങളെ നിയമിച്ചോളൂ, ഞങ്ങൾക്ക് തർക്കമില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ഹംസ ആയാലും ഈ പറയുന്ന വേറെ ആരാ പോയിരിക്കുന്നത്, ഉമർ ഫൈസി മുക്കും. അപ്പോൾ അവരുടെ സംഘടനയാണ് ഇതില് ഒത്തുകളി സംശയിക്കുകയും ചെയ്തത്. എന്ത് ഒത്തുകളിയാണ് ഇത്? കേന്ദ്രം നിയമിച്ച ഉണ്ടാക്കിയ നിയമം അനുസരിച്ചേ പറ്റുകയുള്ളത് എന്നാണ്. ഇതിലിപ്പോൾ എന്താണ് ചെയ്യുക? ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇത് ചെയ്തോളം, കോടതി ഇടപെടണ്ട എന്ന് പറയുമ്പോൾ അവർ ചെയ്യാൻ പോകുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഈ സബ് ക്ലാസ് ഡിറ്റർമിൻ ചെയ്യും. ഈ മുസ്ലിം വിഭാഗത്തിലെ സബ് ക്ലാസിനെ ഡിറ്റർമിൻ ചെയ്യും. അത് 16 വെച്ചിരിക്കുന്നത്, അത് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മൊത്തം പോകും, അതിലേക്ക് പോകുന്നില്ല. തൽക്കാലം ഒരു അഡ്ഹോക് കമ്മിറ്റിയെ അറേഞ്ച്മെന്റ് നടത്തും. അതിനുശേഷം കോടതിയുടെ അന്തിമ വിധി. ഇപ്പോൾ കോടതിയിലേക്ക് പോയതിൽ ഈ പറയുന്ന സംഘടനകളും നോക്കൂ, മുസ്ലിം ലീഗ് അടക്കം കോടതിയിലേക്ക് പോയിട്ടുണ്ടല്ലോ. എന്ത് ഇൻഫർമേഷൻ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ? അല്ല, സ്റ്റേറ്റ്മെന്റിലില്ല. ഇപ്പൊ പരസ്യമായ പ്രതികരണത്തിലും ലീഗ് പറഞ്ഞത് ഇപ്പോൾ പ്രതികരിക്കാനുള്ള കോടതിയിലേക്ക് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കി. ഫ്രം സോഴ്സസ് ആണ് ഞാൻ പറയുന്നത്. അല്ല, ഇതെങ്ങനെയാണ് അന്തിമ വിധിക്ക് ശേഷം കോടതി പോയി പറയോ? എന്തെന്ന് ഈ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ പറ്റൂ? പറയണ കേക്കോ, പറയണേക്കോ, അത് മനസ്സിലായി. ഇപ്പൊ തൽക്കാലം ചെയ്യുന്ന എത്രയേ ഉള്ളൂ. അങ്ങ് പറഞ്ഞത് കക്ഷി ചേരാത്ത എന്തുകൊണ്ടാണെന്നല്ലോ. ഇപ്പോൾ ഇക്കാര്യത്തിൽ ഈ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം, ഇതിൽ ഈ പറഞ്ഞ തർക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലൊന്നും എത്താൻ പോകുന്നില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് പൊളിറ്റിക്സും നിയമം. എന്റെ മുന്നിൽ വന്നിരിക്കുന്ന വിവരം, എനിക്ക് കിട്ടിയ വിവരമാണ് ഞാൻ പറയുന്നത്. പൂർത്തിയാക്കിയിട്ടില്ല. അതിന് മുന്നേ ഡോക്ടർ അരുൺ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ പറയട്ടെ. ഇല്ല, പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങക്ക് മനസ്സിലായില്ലേ? അഡ്ഹോക് അറേഞ്ച്മെന്റ് നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനുശേഷം അന്തിമ വിധി കോടതിയിൽ നിന്ന് വരുമ്പോൾ അതിനുശേഷമേ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ കേസിൽ കോടതി ഇടപെടരുത്, ഞങ്ങൾ റെക്ടിഫൈ ചെയ്യാം എന്ന് പറയുമ്പോൾ ഇത് സർക്കാർ ചെയ്തു കൊള്ളാമെന്ന് പറയുന്നത്. അതെന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ മുസ്ലിം സബ് ക്ലാസിന്റെ ഡിറ്റർമിനേഷനാണ് ചെയ്യുന്നത്. 16 വെച്ചിരിക്കുന്ന കാര്യമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഈ കാര്യങ്ങളാണ് ചെയ്യുക. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചെയ്ത കാര്യം എന്താണ്?
11-ൽ 9 പേരെ നിയമിച്ചു. ആ 9 പേരുടെ നിയമനം തന്നെ ഈ പറഞ്ഞ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഉറപ്പായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടും. ഇനി അതിന്റെ ഭാഗമായി നിയമിക്കപ്പെട്ടവർ തന്നെ ഇപ്പോൾ കോടതിയിലേക്ക് പോയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് തർക്കമില്ല ഈ രണ്ടുപേരുടെ കാര്യത്തിൽ, രണ്ടുപേരെ കാര്യം നിങ്ങൾ നിയമിച്ചോളൂ, രണ്ടുപേരെ ഇനി നിയമിക്കാനുള്ളൂ, അത് അങ്ങോട്ട് നിയമിച്ചോളൂ എന്നാണ് പറയുന്നത്. ആ രണ്ടുപേരെന്താണ്? നോൺ മുസ്ലിം ആണ്. അപ്പോൾ പിന്നെ എന്ത് വാദമാണ് ഈ പറയുന്നത്? എന്ത് ഒത്തുകളിയാണ് ഇത് നടത്താൻ പറ്റുക? ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, നോൺ മുസ്ലിം അംഗങ്ങൾ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ പെടുത്താവുന്നവരെ ലീഗ് പ്രതിനിധികളാക്കി അല്ലെങ്കിൽ ലീഗിന്റെ ഭാഗമായി വരുന്ന 2 പ്രതിനിധികളെ വെക്കുക. അപ്പോൾ അങ്ങനെ വെക്കാൻ പറ്റുമല്ലോ, അങ്ങനെ വെക്കാൻ പറ്റുമോ നോക്കിക്കോളൂ. എങ്ങനെ വെക്കാൻ പറ്റും? ലീഗിന് നോൺ മുസ്ലിം അംഗങ്ങളുണ്ട്. ഹൈക്കോടതി കൊടുത്ത ഈ സ്റ്റേറ്റ്മെന്റ് എന്താവും? എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്? എന്റെ ചോദ്യം ഇതാണ്. അല്ലെ, ഞാൻ എനിക്കൊരു പോയിന്റ് കൂടി ഉണ്ട്. ഈ ഹംസ ഇപ്പോൾ ഈ മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മീദ് പോർട്ടലിൽ ചേർത്തല്ലോ, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം അല്ലെ, ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇത് നിയമമാണ്, നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. ആ നിയമത്തോട് നമ്മൾ യോജിക്കാതിരിക്കാം, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കേന്ദ്ര നിയമത്തെ തടയാൻ പറ്റില്ല. എന്താണ് മുഖ്യമന്ത്രി അതിനെ എതിർത്തത്? എന്ത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനെ 8ന്റെ പണിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനാ? അത് രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമാണ്. രാഷ്ട്രീയം അല്ല, നമുക്കറിയാവുന്നതുപോലെ അല്ല, സെൻസിറ്റീവായ വിഷയത്തിൽ പരിഹാരം രാഷ്ട്രീയം കളിക്കുക എന്നുള്ള വാക്കൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ കൃത്യമായി ചർച്ചകൾ ചെയ്തത് അന്ന് ലീഗും കോൺഗ്രസും തന്നെയായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. എഴുതിയിൽ എണ്ണ ഒഴിക്കാനുള്ള ശ്രമമല്ല അന്ന് നടത്തിയിട്ടുള്ളത്. ആ സമര ഭൂമിയിൽ എത്ര ദിവസത്തോളം അപ്പോഴേക്കും ശരിയായോ? എത്രത്തോളം അവർ സമരം ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ മിനിറ്റ്. ഉമീദ് പോർട്ടലിൽ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ചെയ്യാതെ നിർവാഹമില്ല എന്ന് പറയുന്ന ഹംസ, ഈ 2 പേരെ അംഗങ്ങളായി ചേർത്തോളൂ, അതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറയുന്ന ഹംസ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? കഴിഞ്ഞ ഇടത് സർക്കാരിനെയാണല്ലോ. 2 കാര്യങ്ങളുണ്ട് ഹംസയുമായി ബന്ധപ്പെട്ട്. ഹംസ ലീഗിന്റെ ഭാഗമായിരുന്ന ആളാണ്. ലീഗിൽ നിന്ന് പിണങ്ങിപ്പോയ ശേഷം CPM-ന്റെ സ്ഥാനാർത്ഥിയായി പൊന്നായിൽ 2024 മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഇരുത്തിയത് എന്നതും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് ഒരു ബദൽ രാഷ്ട്രീയമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയാ ഒരു പുനഃസംഘടന എന്ന രൂപത്തിലേക്ക് സർക്കാർ പോകുക, അല്ല ഇത് പിരിച്ചുവിടുന്ന രൂപത്തിലേക്ക് സർക്കാർ പോകുക. ആദ്യത്തെ ചോദ്യം, ഈ KS ഹംസ അന്ന് ഉമീദ് പോർട്ടലിൽ ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ റിവ്യൂ കോളത്തിൽ ഈ പറയുന്ന പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി ആണെന്ന് എഴുതിയിരുന്നോ? അങ്ങയുടെ അറിവ് എന്താ? എഴുതിയിരുന്നു. അപ്പൊ എഴുതിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഗലി അങ്ങനെ തന്നെയല്ലേ ഒരു വഖഫ് ബോർഡ് ചെയ്യേണ്ടത്? ഇതിലും അപ്പുറം ഏതെങ്കിലും വഖഫ് ബോർഡ് ലീഗലി വഖഫ് ബോർഡ് ഉമീദ് പോർട്ടലിൽ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? അപ്പൊ ചെയ്യാൻ അദ്ദേഹത്തെ ആരും നിർബന്ധിച്ചോ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊന്നും ചെയ്യാതിരുന്ന പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ഈ പരിപാടി ചെയ്തത്. വാസ്തവത്തെ മറച്ചു വയ്ക്കല്ലേ? എന്താണ് അതിനകത്ത് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാനുള്ള കണ്ടീഷൻ? ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? വഖഫ് ബോർഡിന് പിഴയിടും. എത്രയാ പിഴയിടുക? ആ പ്രോപ്പർട്ടിയുടെ വില അനുസരിച്ച് പിഴയിടും. ആര് പൈസ കൊടുക്കും? ഇനി ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടി, ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ പാടുണ്ടോ? കോടതിയിൽ നിൽക്കുന്ന പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ പാടുണ്ടോ? പാടുണ്ട്. അത് സബ്ജക്ട് ടു ദി കോർട്ട് വെർഡിക്റ്റ് ആണ്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ കാലാവധി അറിയില്ലായിരുന്നോ? ഏപ്രിൽ മുന്നേ അറിയില്ലായിരുന്നോ കാലാവധിയെ കുറിച്ച്? രണ്ടാമത്തെ കാര്യം, കാലാവധിയുടെ ഒരു തിടുക്കം വന്ന എപ്പോഴാണ്? തിടുക്കം വരുന്നത് ഏത് സമയത്താണെന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയമുണ്ട്. ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണത്. കാലാവധി നീട്ടിത്തരില്ല. ഡെഡ് ലൈന് മുമ്പ് നിങ്ങൾ പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സ്മൃതി പറഞ്ഞ ഈ സർക്കാർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഈ 2 പേരെ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തില്ല എന്നാണല്ലോ സ്മൃതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നതല്ല. ഈ ആദ്യഘട്ടത്തിൽ അഡ്ഹോക് അറേഞ്ച്മെന്റ് മാത്രം നടത്തുകയും അതിനുശേഷം അന്തിമ വിധിക്കായി കാത്തിരിക്കുകയും. അങ്ങനെയാണെങ്കിൽ PM സനീർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ 4ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് to reconstitute the board strictly in compliance with the mandate of section 14 എന്നത് പറഞ്ഞത് എന്തിനാണ്? ആയിക്കോട്ടെ, അഡ്ഹോക് കമ്മിറ്റി അറേഞ്ച്മെന്റ് അങ്ങനെ പറയാൻ പറ്റുള്ളൂന്നേ. അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ. ഇനി അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ് എന്നാണ്. സ്മൃതി പറഞ്ഞതുപോലെയല്ല. നോക്കൂ, കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോടതി ചോദിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരോട് കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെക്ടിഫൈ ചെയ്യാം. കോടതി ഇടപെടേണ്ട, പ്ലീസ്, ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്നാണ് പറയുന്നത്. സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റാണ് ഞാൻ വായിക്കുന്നത്. സ്ട്രിക്ട്ലി ഇൻ കംപ്ലൈൻസ്. അങ്ങ് ആവർത്തിച്ച് 3 പ്രാവശ്യം 4 പ്രാവശ്യം പറയണ്ട. അതിൽ സ്മൃതി അല്ല, നോക്കൂ, ഇനി സർക്കാരിന് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഒഴിച്ചു നിർത്തിയിരുന്നോ ആണെങ്കിൽ ഒരു കാര്യം എക്സ്പ്ലെയിനർ ആയിട്ട് ചേർത്തൂടെ?
എന്താ എക്സ്പ്ലെയിൻ അത് നിങ്ങളുടെ രാഷ്ട്രീയം നോക്ക്, അങ്ങനെ അത് രാഷ്ട്രീയമല്ല. അങ്ങനെ That- explain that's ചേർക്കാൻ the legal പറ്റില്ല. process. ഞാൻ നോക്കൂ, പറഞ്ഞുതരാം. അത് explain ചെയ്യണം. പക്ഷേ ഇതാ ഞങ്ങളുടെ ഈ രണ്ട് അംഗങ്ങളെ കാര്യം തൊടില്ല കേട്ടോ, ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്ന് ചിന്തിക്കാവുന്നത്. കേൾക്കൂ, അതിനകത്ത് മാൻഡേറ്ററി പ്രൊവിഷൻസ് എല്ലാം ചെയ്തോളാം പറഞ്ഞിരിക്കുന്നത്. മാൻഡേറ്ററി പ്രൊവിഷൻ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ടല്ല സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം, നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവർ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. നിയമവിരുദ്ധമായി മൂന്നാമത്തെ ഒരു കാര്യം കൂടി കേൾക്കൂ. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റും BJP-യുടെ കൊടുത്തിരിക്കുന്ന റിട്ടും എന്താ വ്യത്യാസം? ബാക്കി ഹർജികൾ ഞാൻ പറഞ്ഞു, ബാക്കി ഹർജികളിൽ ഈ രണ്ട് നോൺ മുസ്ലിം അംഗങ്ങളുടെ കാര്യം പറയുന്നില്ല, ഷോൺ മാത്രമേ അത് പറയുന്നുള്ളൂ. അതാ പറഞ്ഞ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഷോണിന്റെ ഹർജിയല്ലേ കോടതി പരിഗണിച്ചിട്ട് ബാക്കി കാര്യങ്ങളാണ്. ഷോണിന്റെ ഹർജിയെ സാധൂകരിക്കുന്നതല്ലേ? അങ്ങനെ എങ്ങനെയാ പറയാ? ഞാൻ ആദ്യം തുടക്കത്തിൽ എന്താണ് പറഞ്ഞ ഡോക്ടർ അരുൺകുമാർ, ഞാൻ തുടക്കത്തിൽ എന്താണ് പറഞ്ഞത്? ഈ നിയമം നടപ്പാക്കുന്നതിലും BJP-ക്കും കേന്ദ്ര സർക്കാരിനും കൃത്യമായ ദുരുദ്ദേശമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി തന്നെയാണ് ഞാനിത് പൂർത്തിയാക്കിയത്. നിയമത്തിന്റെ സാധുതയല്ലേ ഈ സ്റ്റേറ്റ്മെന്റ്? നിയമം പാസ്സാക്കിയല്ലോ, നിയമം ഉണ്ടല്ലോ, സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ടല്ലോ, സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അതിൽ പറഞ്ഞതാണ് സുപ്രീം കോടതി അംഗീകരിച്ചു. സർക്കാർ നടപ്പിലാക്കാൻ അതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. സുപ്രീം കോടതി അതിലൊരു പ്രൊവിഷൻ സ്റ്റേ ചെയ്തില്ലേ? അതിനുശേഷം കേസ് പോയി, ഇപ്പൊ കേസ് പെൻഡിംഗ് അല്ലേ? ആ കേസ് പെൻഡിംഗ് ആണെന്നുള്ള വിവരം എക്സ്പ്ലെയിൻ എഴുതാൻ എന്താ ഈ വക്കീലിന് മടി? പഴമായിരുന്നു ഈ പറയുന്ന അഭിഭാഷകന് ഹൈക്കോടതി പറയാൻ. പിന്നെ ഈ 4 ഹർജികൾ എന്തായിരുന്നു? ഒരു എക്സ്പ്ലെയിനർ കൊടുത്താൽ മതി. എന്താ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയിട്ടുണ്ടെന്നും ഇത് സബ്ജക്ട് ടു ദി ഔട്ട്കം ഓഫ് ദി സുപ്രീം കോടതി വെർഡിക്റ്റ് ആണെന്നും പറയാൻ എന്താ മടി? അതാണ് CPM പറയുന്നത് പോലെ നീങ്ങണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് പറയുന്ന പോലെ നിങ്ങളുടെ ബാധ്യതയുണ്ട് UDF സർക്കാരിന്. ഇവിടുത്തെ മൈനോറിറ്റിയുടെ റൈറ്റ് അനുസരിച്ച് നിങ്ങളുടെ ബാധ്യതയുണ്ട്. മൈനോറിറ്റിയുടെ വോട്ട് വാങ്ങി വന്ന UDF-ന്. മൈനോറിറ്റി അത് ഇതാണ് പറയുന്നത്. ഇത് തെറ്റായ രൂപത്തിലാണ് ഇത് കാണുന്നത്. മൈനോറിറ്റിയെ ബാധിക്കുന്ന രൂപത്തിൽ ഇത് നടപ്പാക്കില്ല എന്ന് തന്നെയാണ് സർക്കാർ BJP-യുടെ കേന്ദ്ര നിയമത്തിന്റെ അടിയിൽ ഒപ്പുവെച്ചിരിക്കുക. കേന്ദ്ര നിയമത്തിന്റെ അടിയിൽ ഒപ്പുവെക്കാതിരിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഇത് പാലിച്ചുകൊള്ളാം. PMC നടപ്പാക്കും എന്താ പറഞ്ഞത്? PMC-യുമായി ബന്ധപ്പെട്ടതാ പറഞ്ഞത്. നമ്മൾ വിമർശിച്ചില്ലേ? ശരിയാണോ? നമ്മൾ വിമർശിച്ചു എന്ന് വെച്ചാൽ അതല്ലാതെ വഴിയില്ലാത്തൊരു സാഹചര്യം ഫണ്ട് കിട്ടാത്ത സാഹചര്യം പോലെ തന്നെ പറയണം. പക്ഷെ എന്താ ഇത് മന്ത്രി പറഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല എന്നല്ല മന്ത്രി പറഞ്ഞത്. ഏത് മന്ത്രി മന്ത്രി എന്താ പറഞ്ഞത്? ഈ 2025 സംസ്ഥാന കക്ഷി അറിഞ്ഞാൽ അറിഞ്ഞിട്ടില്ല അത്രേ. 2025 പ്രധാന കേസ് ചോദ്യം ചെയ്യുന്നത് പറയുന്നു. Meet the editors.